ഷെബിക്ക് ഇങ്ങനെ മടിയുണ്ടോ? അല്ല എനിക്കിപ്പോ മടിയില്ല, അതാണ്. മടി പോയതിന്റെ രഹസ്യം എനിക്കറിയാം അല്ലേ? ആ രഹസ്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, മുമ്പ് മടി ഉണ്ടായിരുന്നോ? മുമ്പ് എല്ലാം മടിയുണ്ടായിരുന്നു. മടി ഉണ്ടായിരുന്നു. റൈറ്റ്. അപ്പോൾ ആ മടി പോണത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. റൈറ്റ്. ഫ്രണ്ട്സ്, മടി പറഞ്ഞതിൻ്റെ സയൻസ് അറിയാം നിങ്ങൾക്ക്. നിങ്ങളുടെ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ നിങ്ങൾ ഈ മൊബൈൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. എന്താണ് സ്ക്രോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആരാൻ്റെ സക്സസ്, വേറെ ആരും ഒരു കാറ് മേടിച്ച്, ഓക്കെ, വേറെ ആർക്കോ എന്തോ ഒരു പ്രൈസ് അടിച്ച്, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തോ വലിയ ഡെവലപ്മെൻ്റ് ഉണ്ടായി, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സുഖം. എന്താണെന്നറിയില്ല, എവിടെന്നോ ഒരു സുഖം. അത് ആരാൻ്റെ സക്സസ്, പിന്നെ അത് അസൂയയായി മാറും, അത് വേറെ വിഷയം. റൈറ്റ്. പക്ഷെ തുടക്കത്തിൽ ഇത് കിട്ടുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ മിറർ ന്യൂറോൺസ് പറയും. മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ കാണുന്നതൊന്നും ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനില്ല. നമ്മളത് കാണുക, കേൾക്കുക, അത് ചിലപ്പോൾ സ്വന്തം കണ്ണിലൂടെ കാണുക, കേൾക്കായിരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ കാണുമായിരിക്കും, ചിലപ്പോൾ ആരാൻ്റെ സക്സസ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഇല്ലാത്തൊരു നാരങ്ങ പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ വെള്ളം വരും, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വായിലും വെള്ളം വരും. ഇതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇപ്പോൾ സിനിമ കാണണം, ഫോർ എക്സാമ്പിൾ. ഓക്കെ, സിനിമ കാണുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഹൊറർ മൂവി കാണണം. ഹൊറർ മൂവി കാണുമ്പോൾ നമ്മൾ ബ്രെയിനാകെ പേടിക്കും. മുമ്പൊക്കെ പേടിച്ച് ഓടിയിരുന്നു ഭയങ്കരമായിട്ടൊക്കെ, 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒന്നും ഉറക്കമില്ലാത്ത സിനിമ ഇപ്പോൾ കണ്ടിങ്ങനെ ശീലമായി. ഇപ്പോൾ ഹൊറർ മൂവി ആയാലും എന്താ പോപ്കോണും കുറിച്ച് പിന്നെ മരുന്ന് കിടക്കാം. അത് നമ്മുടെ ബ്രെയിൻ പറഞ്ഞത് എണീച്ചോടാന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സക്സസ്, ആ പ്ലഷർ കിട്ടി, എന്നാൽ അതിനു വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? ഇല്ല. ഒരു വിരൽ പോലും അനക്കാതെ ആ സക്സസിൻ്റെ ആ ഒരു സംതൃപ്തി ഈ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിലൂടെ കിട്ടുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ബ്രെയിനൊരു ഡേഞ്ചറസ് ഹാബിറ്റ് വരികയാണ്. എന്ത്? ആക്ഷൻ്റെ ആവശ്യമില്ല. ഒന്ന് സക്സസിൻ്റെ ത്രില്ല് കിട്ടണമെങ്കിൽ ഇതുപോലെ ആരാൻ്റെ സക്സസ് കണ്ടാൽ തന്നെ നമുക്ക് മനപ്പായസം ഉണ്ണാം. അല്ലെങ്കിൽ ബ്രെയിൻ എണീച്ച് ഓടണമെന്ന് പറയുമ്പോൾ നമ്മൾ പോപ്കോണും കുറിച്ചിങ്ങനെ ഇരിക്കുക. അങ്ങനെ ബ്രെയിൻ പഠിച്ചു എന്ത്? ഇതിനെ ഇഗ്നോർ ചെയ്യാൻ പഠിച്ചു. നമ്മളെ തലേൻ്റെ കമാൻഡ്സ് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ അതിനെ ഇഗ്നോർ ചെയ്യാൻ പഠിച്ചു. നമ്മുടെ ശരീരം ഇരിക്കാൻ തുടങ്ങും. എന്ത് തന്നെ സംഭവിച്ചാലും നമുക്കൊരു നിസ്സംഗത, എണീക്കാൻ തോന്നുന്നില്ല, പോകാൻ തോന്നുന്നില്ല, ഇളകാൻ തോന്നുന്നില്ല. ഇതാണ് മടി. ഇത് ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയെടുത്തതാണ്. നമുക്ക് ഈ മടിയെ മാറ്റാം. ഇപ്പം നേരത്തെ ഷെബി പറഞ്ഞില്ലേ മടി വരുന്നില്ല എന്നുള്ളത്, അല്ലേ? മടിയില്ല. ആ മടി അല്ലേ, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് അവസ്ഥ. അതായത് ഇപ്പോൾ മടി എന്ന് പറയുമ്പോൾ ജോക്കാണ്, തമാശ. ഇതോ മടിയോ, അതെന്താ സാധനം ചോദിക്കണം. ടു ബി ഹോണസ്റ്റ്, എനിക്കിപ്പോ ഞാൻ മടിയില്ല എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഉള്ളിൽ തട്ടി തന്നെ പറയുന്നത്. കാരണം എനിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഇത് ചെയ്യണം പറഞ്ഞാൽ ഓൺ ദി സ്പോട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഇരുന്നിട്ടോ പിന്നെ ചെയ്യാം, ആ ഒരു പിന്നെ ചെയ്യാന്നുള്ളത് നീട്ടിക്കൊണ്ട് പോവാ, അത് നിർത്തി. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ദ സെൻസ് ഇത് കുറച്ച് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ഒന്നും ഇങ്ങനെ എനിക്ക് മാറ്റി വെച്ചിട്ട് അത് പിന്നെ ഒരു ബേർഡൻ ആയിട്ട് വരുന്നൊരു അവസ്ഥ ആയിരുന്നില്ല ഇപ്പൊ കുറച്ചായിട്ട്. എത്ര സിമ്പിൾ, ഭയങ്കര സിമ്പിൾ, ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് നമ്മളെ എങ്ങനെ സാധ്യമാക്കുന്ന വെച്ചാൽ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സൈക്കോളജി, ഫിസിയോളജി ഒക്കെ ഒന്ന് റീവയർ ചെയ്യാൻ, മൈൻഡ്, ബോഡി, സോൾ. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, 15 വർഷമായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്നിലും മറ്റുള്ളവരിലും വന്ന അത്ഭുതകരമായ മാറ്റത്തിൻ്റെ വെളിച്ചത്തിൽ ഐ ഹാവ് ദ 100% സൊല്യൂഷൻ. റൈറ്റ്. മടീനെ നമുക്ക് എന്ത് ചെയ്യാം? ക്രഷ്. എങ്ങനെ ഉണ്ടാവും ഇത്? നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ ദാറ്റ് കൈൻഡ് ഓഫ്, നിങ്ങൾക്കത് വേണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ മടി മാറണമെങ്കിൽ എനിക്ക് ചുമ്മാ മടി മാറണം എന്ന് പറഞ്ഞിട്ട് ഒരാളും എൻ്റെ അടുത്ത് വരണ്ട. വലിയ സ്വപ്നങ്ങൾ വേണം. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, എന്തിനാ വേണ്ടി ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നത് എന്നൊരവസ്ഥയിലാണെങ്കിൽ എനിക്കിപ്പോൾ ടെൻഷനാണ്, അല്ലെങ്കിൽ അവിടെ വേദന ഇവിടെ വേദന. ഇതൊന്നും ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. ഇതൊക്കെ സൈക്കോളജിക്ക് ഇതിന് കാരണങ്ങളുണ്ട്. നമുക്കൊരു ലക്ഷ്യം വേണം, ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം. ഓക്കെ, എനിക്കൊരു സ്വപ്നമുണ്ട്, ബിസിനസ്സിൽ ഇത്ര റിസൾട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എൻ്റെ കരിയറിൽ എനിക്ക് ഇത്ര ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ സ്കില്ല് എനിക്ക് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് എൻ്റെ കഴിവുകൾ എന്നിൽ തന്നെ കുഴിച്ചുമുട്ടി മരിച്ചു പോയാൽ പോരാ, ഐ വാണ്ട് ടു മേക്ക് ദിസ് ഹാപ്പൻ എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ, എൻ്റെ നമ്പറിൽ വാട്സപ്പ് എന്ന് ചെയ്യും, നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്ന് സൂമിലൂടെ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിമാൻഡ് ഉണ്ട് കേട്ടോ. അത് സക്സസ് എനിക്ക് വിജയിക്കണം എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങളാകുന്ന ശരീരത്തിൻ്റെ മാനുവൽ, റൈറ്റ്, നിങ്ങൾക്ക് ഫോക്കസ്, അപാരമായ ക്ലാരിറ്റി, എനർജി. മടി പിന്നെ പറയണ്ടല്ലോ, കൂട്ടത്തിലങ്ങ് കുത്തി ഒലിച്ചങ്ങ് പോകും, അത്രേ ഉള്ളൂ. ഓക്കെ, എൻ്റെ കൂടെ നിൽക്കണം. ഒരു 3 മാസത്തെ പാക്കേജാണ് പേഴ്സണൽ മെൻറ്ററിങ്. അതിലൂടെ ഈ മടി എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ എത്ര വലിയ ദൂരമുള്ള സ്ഥലമാണെങ്കിലും നമ്മളിടയിലുള്ള വഴികളൊന്നും അറിയേണ്ട ആവശ്യമില്ല, അല്ലേ? ഡെസ്റ്റിനേഷൻ കൊടുത്താൽ മതി. നമ്മൾക്ക് എവിടെ എത്തേണ്ടത് വെച്ചാൽ അവിടെ കൃത്യമായിട്ടുള്ള മാപ്പിങ് അങ്ങോട്ട് വരില്ല. അതെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടായാൽ മതി.
അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഗൂഗിൾ മാപ്പ് കൃത്യമായി അത് AI-യുടെ സഹായത്തോടു കൂടി അങ്ങ് പഠിപ്പിച്ചു തരും. AI ഒക്കെ ഉപയോഗിക്കാൻ പഠിക്കേണ്ട ഈ കാലഘട്ടത്തിൽ. ഉള്ള കാലഘട്ടത്തിൽ AI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അസിസ്റ്റൻ്റാണ്. എന്ത് കാര്യം ചോദിക്കാൻ പറ്റും. അറിവ് ഇനി മുതൽ ഒരു പ്രശ്നമല്ല. പഠിക്കേണ്ടേ അതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിപ്പിച്ച് തരാം. നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ്, എനർജി, ക്ലാരിറ്റി ഉണ്ടാക്കി തരാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കൃത്യമായ ഡിറക്ഷൻ, ഫോക്കസ്, ക്ലാരിറ്റി ആൻഡ് എനർജി നിങ്ങൾക്ക് വേണോ? എൻ്റെ നമ്പറിൽ വിളിക്കും, നമുക്ക് സംസാരിക്കാം.